السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا وصدوا عن سبيل الله وشاقوا الرسول من بعد ما تبين لهم الهدى لن يضروا الله شيئا فسيحبط أعمالهم. പ്രിയമുള്ള കൈത്താൻ യൂണിറ്റ് KKIC ഭാരവാഹികളെ, പഠിതാക്കളെ, ശ്രോതാക്കളെ, ഓരോ ആഴ്ചയിലും തിങ്കളാഴ്ചകളിൽ നടന്നു വരുന്ന യൂണിറ്റിൻ്റെ QHLC ക്ലാസ്സാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 47-ാമത്തെ അധ്യായമായ സൂറത്ത് മുഹമ്മദ്, അതിലെ 32-ാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. പാരായണ നിയമം ഇவ்விதമാണ്: ഇന്നല്ലദീന കഫറു. ഈ നിർബന്ധമായിട്ടും ഉച്ചരിക്കണം ഖതഇന്റെ ഹംസയാണ്. അപ്പോൾ ഈ നൂനിനെ ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം, മണിക്കുമണം എന്ന് പറഞ്ഞാൽ ഇന്ന മരുഭൂമിയിലെ തള്ളമാൻ കുഞ്ഞിനെ വിളിക്കണ ആ ശബ്ദം ഉണ്ടാക്കണം എന്നർത്ഥം. ഇന്ന അല്ലദീന എന്നുള്ള പിന്നെ അലിഫിനെന്തില്ല, ഉച്ചാരണം ഉണ്ടാവില്ല. കൂട്ടി ഓതുമ്പോൾ വസിലിന്റെ ഹംസയാണ്, ലാം ഉച്ചരിക്കണം. ഇന്നല്ലദീന, ദീ നീട്ടേണ്ടത് 2 കതറാണ്. കഫറു അവിടെ നീട്ടേണ്ടത് 2 കതറാണ്. അതിന് ശേഷമുള്ള മുദബ്ബറായ സുക്കൂനുള്ള അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. വസദ്ദു അവിടെയും 2 നീട്ടണം. മുദബ്ബറായ സുക്കൂനുള്ള അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. അൻ സബീലില്ലാ, അൻ എന്നുള്ള നൂനിനെ ഇഖ്ഫാ ചെയ്യാണ് വേണ്ടത്. അൻ സബീലില്ലാ, സബീല് കഴിഞ്ഞിട്ട് ല എന്നുള്ള അലിഫിനും എന്തുണ്ടാവില്ല, ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ വശാ, അവിടെ ല എന്ന് അല്ലാഹി എന്നല്ല അവിടെ ഉച്ചരിക്കണേ, അല്ലാഹി എന്നാണ്. കാരണം എന്താ, അള്ളാ എന്ന ഇസ്മുൽ ജലാലത്തിന്റെ മുമ്പുള്ള അക്ഷരത്തിന് കെസ്റ് വന്നാൽ തർക്കീക്കായിട്ട് അഥവാ മുറക്കായിട്ട് സ്വരഭാരം കുറച്ചുകൊണ്ട് ഉച്ചരിക്കണം എന്ന്. ആ നിൽക്കാണ് എന്ത്, ബിസ്മില്ലാ ഉണ്ടല്ലേ. മീ എന്നതിന് കെസ്റ് വന്നപ്പോൾ നമ്മൾ എന്ത് ഉച്ചരിച്ചു, മുറക്കായിട്ടാണ് അള്ളാ എന്ന പദത്തെ ഉച്ചരിച്ചത്. അതേപോലെ തന്നെയാണ് ഇവിടെ. എങ്ങനെ ഉച്ചരിക്കണം, അൻ സബീലില്ലാഹി വശാഖു. ഷാ നിർബന്ധമായിട്ടും 4 മുതൽ 6 കതിർ വരെ നീട്ടണം. വശാഖുർ റസൂല, ഷാഖു നീട്ടാണ്ടാവും, പക്ഷെ നീട്ടേണ്ട ആവശ്യമില്ല. അതിന്റെ ശേഷം ഒരു അലിഫ് ഉണ്ടാവും, അതിന് ഉച്ചാരണമില്ല. പിന്നെയും ഒരു അലിഫ് ഉണ്ടാവും, അത് വസിലിന്റെ ഹംസയാണ് എന്നുള്ള ഉച്ചാരണമില്ല. പിന്നെ ലാം ഉണ്ടാവും, അത് ശംസിയായ ലാമാണ് എന്നുള്ള നിലക്ക് ഉച്ചാരണം. അപ്പൊ 4 അക്ഷരത്തിന് അവിടെ ഉച്ചാരണമില്ല. അപ്പൊ നിങ്ങൾ ഓതന്റെ എങ്ങനെ, വശാഖുർ റസൂല, കു കഴിഞ്ഞിട്ട് റായിലേക്ക് ഒറ്റച്ചാട്ടം, കൂ നീട്ടാൻ നിൽക്കണ്ട. വശാഖുർ റസൂല, വശാഖുർ റസൂല, വശാഖുർ റസൂല. പിന്നെ മിം, അവിടെ നൂനിന് എന്ത് ചെയ്യണം, ഇഖ്ലാബ് ചെയ്യണം. തൻവീൻ, ആ മിൻ എന്നുള്ള ശബ്ദത്തെ മീമിന്റെ ശബ്ദമാക്കി മറിക്കണം. അതിനാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. അപ്പൊ മിം ബഅദി, നൂനിന്റെ ശേഷം ബ എന്ന അക്ഷരം വന്നാൽ ആ തൻവീൻ എന്ത് ചെയ്യണം, ആ സാക്കിനായ നൂനിനെ പിന്നെ ഇഖ്ലാബ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ മിൻ എന്ന് ഉച്ചരിക്കാൻ പാടില്ല, മിം. മിം ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദാ,
ലഹുമുൽ ഹുദ അവിടെ അലിഫിന് ഉച്ചാരണമില്ല, വസിലിന്റെ ഹംസയാണ്. പിന്നെ ലൈ അവിടെ നൂനിനെ ഇദ്ഗാം ചെയ്യണം. ലൈ യദുറുല്ലാഹ യായിലേക്ക് ഇദ്ഗാം ചെയ്യണം. ലൈ യദുറുല്ലാഹ അവിടെ അലിഫിന് ഉച്ചാരണമില്ല, വാവ് നീട്ടേണ്ട ആവശ്യമില്ല. അവിടെ റായിന് എന്ത് ചെയ്താൽ മതി, ഒക്കെ അള്ളാഹ് എന്നിലേക്ക് ഒറ്റച്ചാട്ടം. ലൈ യദുറുല്ലാഹ യദുറു അല്ലാഹ എന്ന് പറയേണ്ടെന്നർത്ഥം. ലൈ യദുറുല്ലാഹ ഷൈഅ അവിടെ ആ തൻവീനെ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും ഇത് കാണിക്കണം. ഷൈഅൻ വസയുഹ്ബിതു അഅമാലഹും വസയുഹ്ബിതു അഅമാലഹും ഹായ് വ്യക്തമാക്കി വെച്ചിരിക്കണം. യുഹ്ബിതു അഅമാലഹും ആ ഖത്തിന്റെ ഹംസയാണ് നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. ഹും എന്നുള്ള മീമിനെ ഇൽഹാർ ചെയ്യുക. ഇത്രയൊക്കെയാണ് അതിലെ പ്രാഥമികമായ തജ്വീദ് നിയമങ്ങൾ. ഇനി നമുക്ക് അതിൻ്റെ ആശയഭാഗങ്ങളിലേക്ക് കടന്നു വരാവുന്നതാണ്. അതിൻ്റെ ആശയം എങ്ങനെയാണ്? ഇന്നല്ലദീന കഫറു തീർച്ചയായും അവിശ്വസിച്ചവർ ആരോ അവർ, വസദ്ദു അൻ സബീലില്ലാഹ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുകയും ചെയ്തവർ. പിന്നെ വശാഖുർ റസൂല അള്ളാഹുവിൻ്റെ റസൂലിനോട് മാത്സര്യത്തിൽ ഏർപ്പെട്ടവർ, അഥവാ പോരി കാണിച്ചുകൊണ്ട് മാത്സര്യത്തിൽ ഏർപ്പെട്ടവർ. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദ അവർക്ക് സന്മാർഗം വ്യക്തമായി വന്നെത്തി കഴിഞ്ഞതിന് ശേഷം. ലൻ യദുറുല്ലാഹ ശൈഅ അവർ അള്ളാഹ്ക്ക് ഒരു ഉപദ്രവവും വരുത്തി വെക്കുകയില്ല. അവരിങ്ങനെ വിശ്വസിക്കാത്തത് കൊണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിനോട് പോര് കാണിച്ചുകൊണ്ട് മാത്സര്യത്തിൽ ഏർപ്പെട്ടത് കൊണ്ട് അള്ളാഹ്ക്ക് അതുകൊണ്ട് ഒരു ഉപദ്രവവും വരാൻ പോകുന്നില്ല, ഒരു ഉപദ്രവവും അവർക്ക് ചെയ്യാൻ സാധ്യമല്ല. പിന്നെ വസയുഹ്ബിതു അഅമാലഹും അവരുടെ പ്രവർത്തനങ്ങൾ അതുമൂലം നിഷ്ഫലമായി പോവുകയും ചെയ്യും. അതിലിപ്പോ കിട്ടാത്ത പദം ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. കഫറ തള്ളിക്കളഞ്ഞു, അവിശ്വസിച്ചു എന്നൊക്കെയാണല്ലോ പദത്തിന്റെ അർത്ഥം. സ്വദ്ദ തടഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, ഇസ്ലാം ദീനിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുന്നതിനാണ് സ്വദ്ദ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സബീലില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗം. ഷാഖു ഷാക്ക മുഷാഖാത്ത് എന്ന് പറയും. മാത്സര്യത്തിൽ ഏർപ്പെടുക, പോര് നടിച്ചുകൊണ്ട്, പോര് കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, മാത്സര്യത്തിൽ ഏർപ്പെടുക. പിന്നെ ഹുദ സന്മാർഗം. പിന്നെ യദുറു ലൻ യദുറുല്ലാഹ ഉപദ്രവം വരുത്തി വെക്കുക എന്നുള്ളതാണ്. ഉപദ്രവം വരുത്തി വെക്കുക, അങ്ങനെ ഉപദ്രവം അവർ വരുത്തി വെക്കുകയില്ല. ഷൈഅ ഒന്നും തന്നെ. ആർക്ക്? അള്ളാഹുവിന് ഒരു ഉപദ്രവം വരുത്തി വെക്കുകയില്ല. അഹ്ബത്ത യുഹ്ബിത്തു ഇഹ്ബാത്ത് വസയുഹ്ബിത്തു അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും. ഇഹ്ബാത്ത് എന്ന് പറഞ്ഞാൽ ചെയ്ത കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്നതിനാണ് ഇഹ്ബാത്ത് എന്ന് പറയുന്നത്. ഇനി സഹോദരന്മാരെ തിരിച്ചു വരൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് സൂറത്ത് മുഹമ്മദിലെ 32-ാമത്തെ ആയത്തിന്റെ തുടക്കം ഇന്ന തീർച്ചയായും, ഉറപ്പായിട്ടും. എന്തിനാണ് അറബി ഭാഷയിൽ ഇന്ന വെച്ചുകൊണ്ട് ഒരു സെന്റൻസ് തുടങ്ങുന്നത് എന്ന് പല പ്രാവശ്യം നമ്മൾ വിവരിച്ചിട്ടുണ്ട്. എന്നാലും ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന വെച്ച് അള്ളാഹു തുടങ്ങിയാൽ അതിനുശേഷം പറയാൻ പോകുന്ന കാര്യം ഇസ്ബാത്തിയായ ജുംലയാണെങ്കിൽ, ആണ് എന്ന് പറയുന്ന രൂപത്തിലുള്ള ജുംലയാണെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ നാം അത് കൈക്കൊണ്ടിട്ടില്ല എങ്കിൽ, സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, നമുക്ക് മുമ്പിൽ വരാൻ പോകുന്നത് വലിയ അപകടമായിരിക്കും. ഇന്ന വെച്ചിട്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അരുതായ്മകളാണെങ്കിൽ, ആ അരുതായ്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം വെടിഞ്ഞിട്ടില്ലെങ്കിൽ, നമുക്ക് മുമ്പിൽ വരാൻ പോകുന്നത്
മഹാനാശത്തിന്റെ പാതാളമായിരിക്കും. ഇത് കാണിക്കുവാനാണ് ഇന്ന. വളരെ ജാഗ്രത പാലിക്കണം, ഉറപ്പായിട്ടും നിങ്ങൾ ജാഗ്രത പാലിക്കണം, ഇല്ലെങ്കിൽ എന്താ ഡേഞ്ചറാണ് എന്ന് കാണിക്കുവാനാണ് എന്ത് പറയുന്നത് ഇന്ന. അതിനാണ് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും എന്നൊക്കെ നമ്മളിങ്ങനെ അർത്ഥം പറഞ്ഞു പോണേ. അതിന്റെ പിന്നാമ്പുറത്തുള്ള ആശയമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നല്ലദീന കഫറു, കുഫർ കാണിച്ചവരാരോ അവർ. കഫറ എന്ന പറഞ്ഞ പദത്തിനർത്ഥം സത്യത്തെ തള്ളിപ്പറയുക എന്നതാണല്ലോ. സത്യത്തെ കദ്ദബ എന്നാണ് ഒരർത്ഥം. സത്യത്തെ തള്ളിപ്പറയുന്നതിനാണ് കഫറ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ അവിശ്വസിക്കുക, വിശ്വാസത്തെ തള്ളിക്കളയുക എന്നതിനാണല്ലോ കഫറ എന്നുള്ള പദം പറയുന്നത്. അള്ളാഹു തുടങ്ങിയത് ഇന്നല്ലദീന കഫറു, കുഫർ കാണിച്ചവർ ആരോ അവർ. ഇന്നല്ലദീന കഫറു, കുഫർ കാണിച്ചവർ ആരോ അവർ. പിന്നെ പറയാ വസദ്ദു അൻ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്തവർ. ആരെയെന്ന് അവിടെ പറയേണ്ട ആവശ്യമില്ല, അവിടെ അണ്ടർസ്റ്റുഡാണ്. ആ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവും. മറ്റുള്ളവരെ, ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്തവരോ ആരോ അവർ. മാത്രമല്ല വശാഖുർ റസൂല, അള്ളാഹുവിന്റെ റസൂലിനോട് ശത്രുതയും കോപവും വിദ്വേഷവും കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് മാത്സര്യത്തിൽ ഏർപ്പെടുന്ന ആളുകൾ. ഷാക്ക് മുഷാക്കാത്ത് എന്ന ആ പദം യഥാർത്ഥത്തിൽ രണ്ടാളുകൾ തമ്മിൽ പോരാടുമ്പോൾ അവിടെ രണ്ട് വശമുണ്ടാവുമല്ലോ. ഞാനും എൻ്റെ ശത്രുവും പോരാടുക എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഞാനൊരു ഭാഗത്തും എൻ്റെ ശത്രു മറ്റൊരു ഭാഗത്തുമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഒരു ഭാഗത്തും എൻ്റെ ശത്രു മറ്റൊരു ഭാഗത്തും നിൽക്കുന്നതിനാണ് ഷാക്ക എന്ന് അറബി ഭാഷയിൽ അസില് പറയാം. അതാണ് ഉദ്ദേശം. ഇതേപോലെ ഒരു ഭാഗത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും, അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനും ഈ ഇസ്ലാം ദീനും, മറുഭാഗത്ത് അതിൻ്റെ ഓപ്പോസിറ്റായ അതിൻ്റെ ശത്രുക്കളായ ആളുകളും, അഥവാ ഈ വിശുദ്ധ ഖുർആനിനോട് ശത്രുത കാണിക്കുന്ന ജനവിഭാഗവും. അങ്ങനെ രണ്ട് വിഭാഗമായിക്കൊണ്ട് മാത്സര്യത്തിൽ ഏർപ്പെടുന്നവരാരോ അവർ. മനസ്സിലായല്ലോ? വശാഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദ, ഈ സത്യസന്ദേശം അവർക്ക് വന്ന് കിട്ടിയതിന് ശേഷം, വ്യക്തമായി അവർ മനസ്സിലാക്കിയതിന് ശേഷവും അള്ളാഹുവിന്റെ റസൂലിനോടും ഇസ്ലാമിനോടും പിന്നെ മാത്സര്യം കാണിച്ചുകൊണ്ട്, ശത്രുതയോടുകൂടി മാത്സര്യം കാണിക്കുന്നവരാരോ അവരും, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ, ഇസ്ലാം ദീനിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുകയും ചെയ്തവരാരോ അവരും, അവിശ്വസിക്കുകയും ചെയ്ത കൂട്ടരാരോ അവർ. ലൻ യദുറുല്ലാഹ ശൈഅ, ഇവരുടെ ഈ പ്രവർത്തനങ്ങളൊന്നും അള്ളാഹ്ക്കൊരു ചുക്കും ചെയ്യില്ല, അള്ളാഹ്ക്കൊരു ഉപദ്രവം വരുത്തി വെക്കൂല. ലൻ യദുറു, അവർ ഉപദ്രവം വരുത്തി വെക്കുകയില്ല. ലൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല. ലന്നും ലമ്മും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഉപദ്രവം വരുത്തി വെക്കാൻ സാധ്യമല്ല. ആർക്ക്? അള്ളാഹ്. ഷെയ് എന്ന് പറഞ്ഞ എന്തിനാ സഹോദരന്മാരെ? ഒരു കാര്യത്തിന്റെ ഏറ്റവും മിനിമുള്ള രൂപത്തിനാണ് ഷെയ് എന്ന് പറയുന്നത്. ഞാനിപ്പോ ഒരാൾ ആക്രമിക്കുകയാണെങ്കിൽ ആ അക്രമത്തിന്റെ മിനിമം രൂപം ഉണ്ടല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല. അതുപോലും ചെയ്യാൻ ആർക്ക് സാധ്യമല്ല? അക്കല്ലു ഷെയ് എന്നാണ് ഒരു വസ്തുവിന്റെ ഏറ്റവും മിനിമം, പിന്നെ അതിന്റെ അപ്പുറത്തില്ല. അതുപോലും അള്ളാഹ്ക്ക് വരുത്തി വെക്കാൻ ഈ കൂട്ടർക്ക് സാധ്യമല്ല. മാത്രമല്ല വസയുഹ്ബിത്തു അഅ്മാലഹും, അവരുടെ ഈ പ്രവർത്തനങ്ങൾ മൂലം, അവരുടെ അമലുകൾ, ഇവരുടെ ചെയ്തികൾ മൂലം, ഈ വിശ്വാസം മൂലം അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷ്ഫലമാക്കി കളയുകയും ചെയ്യുന്ന. സഹോദരന്മാരെ, ഒന്നുകൂടി ആയത്തിന്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് തിരിച്ചു വരാം. ഇന്നല്ലദീന കഫറു, തീർച്ചയായും അവിശ്വസിച്ചവർ, സത്യത്തെ തള്ളിക്കളഞ്ഞവർ. ആരാണ് സഹോദരന്മാരെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രഥമമായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുറൈശി മുശ്രിക്കുകളെ, എല്ലാ ഖുറൈശി മുശ്രിക്കുകളും
പെട്ട കാഫിറുകൾ. പിന്നെ കപടന്മാരും അതിൽ ഉൾപ്പെടും, അവർക്കും അവിശ്വാസമുണ്ട്. പിന്നെ അഹ്ലു കിതാബ് കെട്ട കാഫിര്യങ്ങളായ ആളുകളും അതിൽ ഉൾപ്പെടും. അപ്പൊ ലോകത്തുള്ള വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളിലെ കുഫാറുകളും കപടന്മാരായ ആളുകളും ഖുറൈശി മുശ്രിക്കുകളുടെ കുഫാറുകളും ഒന്നടങ്കം അടങ്ങുന്നതാണ് ഇന്നല്ലദീന കഫറു എന്നത് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ സഹോദരന്മാരെ അവർ ചെയ്യണത്? അവർ വിശ്വസിക്കൽ നിർബന്ധമായ ഏതൊരു കാര്യമാണോ ഉള്ളത് ആ കാര്യത്തെ അവർ തള്ളിക്കളയാണ് ചെയ്തത്, വിശ്വസിക്കാതെ അവിശ്വസിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള കൂട്ടർ ആലോചിച്ച് നോക്കൂ. ഇനി അള്ള പറഞ്ഞതെന്താ? ഇന്നല്ലദീന കഫറു. ആ പദത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരാം. കുഫർ കാണിക്കുന്നവർ. സഹോദരന്മാരെ, എന്താണ് ഈ കുഫർ? നമ്മൾ നേരത്തെ വിവരിച്ചിട്ടുണ്ടാവാം. കുഫർ എന്ന് പറയുന്നത് 2 രൂപത്തിലുണ്ട്. രണ്ടുമല്ല, പ്രധാനപ്പെട്ട 2 രൂപത്തിലുണ്ട്. എന്താണ് ആ 2 രൂപം? ഒന്ന് കുഫ്റുൻ ബവ്വാഹ് യുഖ്രിജു അനിൽ മില്ല, ഇസ്ലാം ദീനിൽ നിന്ന് തന്നെ പുറത്താക്കി കളയുന്ന രൂപത്തിലുള്ള തുറന്ന പരസ്യമായ കുഫർ. അതിനാണ് കുഫ്റുൻ ബവ്വാഹ്. ഏതുപോലെ ഇന്നത്തെ ചില ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന സർവ സ്വാതന്ത്ര്യവാദത്തിന്റെ ആളുകളില്ല സഹോദരന്മാരെ. എന്താ ഇവരുടെ സ്വഭാവം എന്താ? വിശ്വാസത്തിലും വിധിവിലക്കുകളിലൊന്നും അവർക്കൊരു വിശ്വാസം ഉണ്ടാവില്ല. അള്ള എങ്ങനെ കൽപ്പിച്ചു, അള്ള എങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം വിധിവിലക്കുകളുടെ കാര്യത്തിൽ യാതൊരു വിശ്വാസം ഈ കൂട്ടർക്ക് ഉണ്ടാവില്ല. അവർ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സർവ സ്വതന്ത്രവാദികൾ എന്നാണ് അവരെ സംബന്ധിച്ച് പറയാറുള്ളത്. ഇത്തരം ചിന്താഗതിക്കാരായ ആളുകളുടെ സ്വഭാവം എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീൻ, മതം എന്ന് പറയുന്നതിന് ഒരു മൂല്യവും ഒരു വിലയും അവരുടെ അടുത്ത് ഉണ്ടാവില്ല. പിന്നെ അവർ ഈ മതത്തെയും ആ മതത്തിന്റെ അടിസ്ഥാനത്തെയും, അഥവാ മുഹമ്മദ് നബിക്ക് ജിബ്രീൽ മുഖേന വഹി നൽകിയെന്ന വഹീനെയും അവർ നിഷേധിക്കും. ആ മതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെയും അവർ നിഷേധിക്കും. അതിന്റെ ശാഖാപരമായ കാര്യങ്ങളെയും അവർ നിഷേധിക്കും. അതിലൊന്നും അവർ അംഗീകരിക്കുകയില്ല. ഇങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളാണ് കുഫ്റുൻ ബവ്വാ, പരസ്യമായി കുഫ്രാക്കണം. നമ്മളെ നാട്ടിലെ യുക്തിവാദികളൊക്കെ ഇല്ലേ, അത്തരം ആളുകൾ തന്നെ. അത് ആണ് കുഫ്റുൻ ബവ്വാ എന്ന് പറയുന്നത്. ആ കുഫ്റുൻ ബവ്വാ ചെയ്യുന്ന ആളുകളും അതേപോലെ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പറ്റുന്ന ചില ആളുകൾ ചിലപ്പോൾ നമസ്കരിക്കുന്നുണ്ടാവും, നോമ്പ് പിടിക്കുന്നുണ്ടാവും. പക്ഷേ പിന്നെ പലിശയുടെ കാര്യമൊക്കെ വരുമ്പോൾ അത് അംഗീകരിക്കാൻ അവർ തയ്യാറില്ല. അതെന്റെ തിങ്കിന് അഥവാ എൻ്റെ ചിന്തക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതിൽ ഞാൻ മുഹമ്മദ് നബിയോട് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ ഇസ്ലാം ദീനോട് ആ കാര്യത്തിൽ മാത്രം എനിക്കില്ല. ഞാൻ നിസ്കരിക്കാം, ഞാൻ നോമ്പ് പിടിക്കാം, ഹജ്ജിനൊക്കെ പോയിക്കോളാം. പക്ഷെ പലിശ, ഈ ആധുനിക യുഗത്തിൽ പലിശ വാങ്ങാതെ എങ്ങനെ ജീവിക്കുക, അതെനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇസ്ലാമിന്റെ ആ ഭാഗം അങ്ങോട്ട് മുറിച്ചളയണം അല്ലേ? അപ്പൊ അള്ളാഹ് ഹറാമാക്കിയ കാര്യത്തെ ഈ കൂട്ടർ എന്ത് ചെയ്യണില്ല? എല്ലാം അവർ അംഗീകരിക്കുന്നില്ല. അതിൻ്റെ ഒരു ഭാഗം ഓല ചിന്തക്കും മനസ്സിനും അവര് ബുദ്ധിക്കും യുക്തിക്കും യോജിച്ചത് മാത്രം സ്വീകരിക്കും. ഇതാണ് സർവ്വ സ്വാതന്ത്ര്യവാദക്കാരുടെ അഥവാ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ ഒരു സ്വഭാവം. ഇവരെ സംബന്ധിച്ചാണ് ഇന്നല്ലദീന കഫറു എന്ന് അല്ലാഹു തആല ഒന്നാമത്തെ വിഭാഗമായി ഇന്ന് ലോകത്ത് കാണുന്ന ഒന്നാമത്തെ വിഭാഗം ഇവരാണ്. ഈ ആളുകൾ ആണ് കുഫ്റുൻ ബവ്വാ, പരസ്യമായി കുഫർ ചെയ്യുന്ന ആളുകൾ. അപ്പൊ ഇന്നല്ലദീന കഫർ. ഇനി രണ്ടാമത്തെ ഒരു കുഫർ, ഭാഗികമായി അവർക്ക് കുഫർ ഉണ്ടാവും. അവര് മുഴുവൻ ചിലപ്പോ നിരസിച്ചോണം, തള്ളിക്കളഞ്ഞോണം എന്നില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ മതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ അംഗീകരിക്കും, ചില കാര്യങ്ങൾ അംഗീകരിക്കൂല അല്ലേ? അള്ളാന്റെ ചില കൽപ്പനകൾ അവർ അംഗീകരിക്കും, ചില കൽപ്പനകൾ പിന്നെ അംഗീകരിക്കൂല. അള്ളാഹ് അരുതേ എന്ന് പറഞ്ഞത് ചിലത് അവർ ചെയ്യും, ചിലത് അവർ വെടിയും ചെയ്യും. ഇങ്ങനെ അവരുടെ ബുദ്ധിക്കനുസരിച്ച് പോകുന്ന ചില ആളുകൾ നമുക്ക് കാണാം. അല്ലെങ്കിൽ അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ അത് പറഞ്ഞതുപോലെ ചെയ്യില്ല, മറിച്ച് ഓല ഇഷ്ടത്തിന് അതിൽ കുറച്ച് തുന്നിച്ചേർത്തിട്ട് ഓല ഇഷ്ടത്തിന് പോലെ പ്രവർത്തിക്കും അല്ലേ? അങ്ങനെയുള്ള ചില ആളുകൾ. അല്ലെങ്കിൽ അള്ളാഹ് അരുത എന്ന് പറഞ്ഞത് ഓല് ചിലപ്പോൾ അതൊക്കെ ഇസ്ലാമാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ആടിക്കൊണ്ടൊക്കെ നിസ്കരിക്കുന്ന ആളുകളെ കണ്ടില്ല നിങ്ങൾ? എന്തൊക്കെ പുതിയ പുതിയ നമസ്കാരത്തിന്റെയും ആരാധനകളുടെയും രൂപമാണ് ഇന്ന് ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ. ഇതൊക്കെ നമസ്കരിക്കുന്നുണ്ടെങ്കിലും അത് ഭാഗികമായി, അതാണ്
പിന്നെ എന്ത് പറയുന്നത് കുഫ്റുൻ ജുസി. ഇത് രണ്ടും അപകടമാണ്. അപ്പോ അവിശ്വാസികൾ എന്ന് പറയുന്നത് ഇന്നല്ലദീന കഫറു. ഇവരൊക്കെ ഇന്നല്ലദീന കഫറു എന്ന ആ പദത്തിന്റെ അർത്ഥത്തിന്റെ ആ ഉള്ളിൽ അതിൽ അകപ്പെടുന്നു എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരൊക്കെ എന്താ ചെയ്യണത്? സത്യത്തെ, അള്ളാഹു അവതരിപ്പിച്ച യാഥാർത്ഥ്യത്തെ, ഹക്കിനെ, സത്യത്തെ, വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ, തിരുനബിയുടെ സുന്നത്തിനെ അവർ എന്ത് ചെയ്യാണ്? തള്ളിക്കളയാണ്. ഇന്നല്ലദീന കഫറു, ഇന്നല്ലദീന കഫറു. ഇനി രണ്ടാമത് അവർ ചെയ്യണ പണി നോക്കൂ നിങ്ങള്. ഈ കുഫർ എന്ന് പറയുന്നത് തന്നെ ദീനിനെ തള്ളിക്കളയുന്നു, വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കുന്നില്ല, തള്ളിക്കളയുന്നു. മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ച വഹീനെ കളയുന്നു. മുഹമ്മദ് നബി കൊണ്ടുവന്നതെന്തോ അതിനെ തള്ളിക്കളയുന്നു. ഇതൊക്കെ കുഫർ എന്ന അർത്ഥത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി കുഫർ എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നാമ്പുറത്ത് ഒരു ആശയം കൂടി ഉണ്ട്. വെറും തള്ളിക്കളയിൽ മാത്രമല്ല, ഒരു അവഗണനം കൂടി അതിൽ കാണാന്ന അവഗണന, ഒരു അറാദും അതിലുണ്ട് എന്നുള്ളതാണ്. അവിശ്വസിക്കുക മാത്രമല്ല, അവിശ്വാസത്തോടൊപ്പം അതിനൊരു അവഗണനാ രൂപത്തിൽ അതിനെ അവർ സ്വീകരിക്കുന്നു. ഇതും കാഫറുകളുടെ സ്വഭാവമാണ്. അപ്പൊ സഹോദരന്മാരെ, ഒരു അവിശ്വാസിയുടെ ഇന്നല്ലദീന കഫറു എന്ന് പറഞ്ഞ ആ കുഫറുള്ള ആളുകളുടെ വിശ്വാസത്തിലെ നിലപാടും ആ കുഫറുള്ള ആളുകളുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ വരുന്ന നിലപാടും രണ്ടും അതിൽ വിവരിക്കുന്നുണ്ട്. എന്താണ്? വിശ്വാസത്തിൽ വരുന്ന നിലപാട് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അവരുടെ സ്വഭാവത്തിൽ വരുന്ന നിലപാട്, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയണത്? വസദ്ദു അൻ സബീലില്ലാഹ്, വസദ്ദു അൻ സബീലില്ലാഹ്. ഇങ്ങനെ അവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ കൈകൊണ്ട് തടയും. അല്ലേ? കൈകൊണ്ട് എന്നല്ല, എന്താണോ അവർക്ക് തടയാൻ സാധിക്കുന്ന രീതികളൊക്കെ അവർ ഉപയോഗിക്കും. ഇത് അവരുടെ സ്വഭാവത്തിലൂടെ വരുന്ന ഒരു കുഫ്റാണ്. അവരുടെ പ്രവർത്തനങ്ങളിലൂടെ, ചൈതികളിലൂടെ വരുന്ന ഒരു കുഫ്റാണ് ഇത്. അപ്പോ ഒരു അവിശ്വാസി എന്ന് പറയുന്നത്, അവന്റെ നിലപാട് എന്ന് പറയുന്നത് വിശ്വാസപരമായിട്ടുള്ള കുഫർ ഉണ്ടാകും. പിന്നെന്താണ്? ഈ സ്വഭാവത്തിലൂടെ, സുലൂക്കിലൂടെ വരുന്ന ആ കുഫറും ഉണ്ടാകും എന്നുള്ളതാണ്. അതൊക്കെ അതിനുവേണ്ടി ജനങ്ങളെ തടയാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് മാർഗങ്ങൾ ഇന്ന് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ സ്വീകരിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് അള്ളാഹുവിന്റെ ഈ സത്യപാന്താവിൽ നിന്ന് ജനങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ഇന്ന് അവർ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്താ സഹോദരന്മാരെ? ആലോചിച്ചു നോക്കൂ നിങ്ങള്. ജനങ്ങൾക്കിടയിൽ പാമരന്മാരായ, ദുർബലരായ, അത്ര വലിയ ഇസ്ലാമിനെ പറ്റി അറിവൊന്നുമില്ലാത്ത ആളുകൾക്കിടയിൽ കൊണ്ടുവന്നിട്ട് ആശയക്കുഴപ്പാണ്ട് എറിഞ്ഞു കൊടുക്കും. ആലോചിച്ച് നോക്കി നിങ്ങള്. ഓൻ അതങ്ങനെയാണോ, അങ്ങനെയാണോ, അയാൾ പറഞ്ഞത് ശരി തന്നെയല്ലേ, ഇയാൾ ഇങ്ങനെ പറയും, ഇതും ശരി തന്നെയല്ലേ, എന്താ ഇന്ന് തെറ്റ്? ഉദാഹരണമായി, ഒരു ആളുകൾ അത്ര വലിയ വിജ്ഞാനമൊന്നുമില്ലാത്ത, ഇസ്ലാം ദീനിനെ പറ്റി വലിയ ഇൽമൊന്നും ഇല്ലാത്ത ആളുകൾക്കിടയിൽ ബഹുഭാര്യത്വം എന്ന വിഷയം ഇട്ടുകൊടുക്കും. അതിന് നല്ല ചാനലും അതേപോലെ വാർത്താ മീഡിയകളൊക്കെ ഉപയോഗിച്ചിട്ട് അതങ്ങട്ട് പ്രചരിപ്പിക്കും. ഇസ്ലാം കണ്ടില്ല, എപ്പോഴും 21ാം നൂറ്റാണ്ടിലും ബഹുഭാര്യത്വം പറഞ്ഞെടുക്കുകയാണ്. സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ ഈ ബഹുഭാര്യത്തെ പറ്റി നാം പഠിക്കേണ്ടതുണ്ട്. എവിടെയാണ് ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിച്ചിട്ടുള്ളത്? എന്തുകൊണ്ട് അത് അനുവദിച്ചു? അതെന്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോ ഇങ്ങനെയുള്ള ഒരു ഗേറ്റാട് തുറന്നിട്ട് ഇസ്ലാമിനെ സാധാരണ ഉമ്മരപ്പടിയിൽ ഇങ്ങനെ നിന്ന് എത്തി നോക്കണ ചില ആളുകളുണ്ടാവും. എന്നാൽ അകത്തേക്ക് കടന്നു നിന്നിട്ടുണ്ടാവില്ലേ, അല്ലേ? ഇസ്ലാം എന്ന വീടിന്റെ അകത്തേക്ക് കടന്നു നിന്നിട്ടുണ്ടല്ലോ, അതിന്റെ ഉമ്മരപ്പടിമൊന്നും ഇങ്ങനെ എത്തി നോക്കായിരിക്കും ചെയ്യണത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ആശയക്കുഴപ്പമുണ്ടാകുമ്പോ എന്തുണ്ടാവും? ഊൽക്ക് ആകെങ്കിലാപ്പിലും ആശയക്കുഴപ്പത്തിന്റെ തിരമാലകളിൽ പെട്ടിങ്ങോട്ട് ആടി ഉലയും. അങ്ങോട്ട് തിരമാല അങ്ങോട്ട് അടിക്കുമ്പോൾ അങ്ങോട്ട് അടിക്കും, തിരമാല ഇങ്ങോട്ട് അടിക്കുമ്പോൾ ഇങ്ങോട്ട് പോകും. ഒരു സ്ഥലത്ത് ഉറച്ചിക്കാനായിട്ട് സാധിക്കൂല. ഇങ്ങനെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി എന്ത് ചെയ്യുക? ആളുകളെ ഈ മതത്തിൽ നിന്ന് തടയുക എന്ന രീതി ഇന്ന് ധാരാളമായി നടക്കുന്നുണ്ട്. ഒന്നും രണ്ടൊന്നുമല്ല, അതിന് വ്യത്യസ്തങ്ങളായ ശൈലികൾ ഇന്ന് നടക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ ദീനിന്റെ യഥാർത്ഥമായ മുഖത്തെ അവരെന്ത് ചെയ്യുന്നു? കരിവാരി തേക്കാണ് ആദ്യം ചെയ്യുക. ഇസ്ലാം ദീനിന് സുന്ദരമായൊരു മുഖമുണ്ട്, മുസ്ലിങ്ങൾക്ക് സുന്ദരമായൊരു ആശയമുണ്ട്.
ആ ആശയത്തെ അവർ കരിവാരി തേക്കുന്നു. അല്ലേ? അതിനെ കരിവാരി തേച്ച് അതിന്റെ യാഥാർത്ഥ്യം കാണാതെ ജനങ്ങളിലേക്ക് എത്താതെ അവിടെ മുള്ളുംകെട്ടുകളും വേലികളും അവർ ഉണ്ടാക്കുന്നു. ഇതാണ് സഹോദരന്മാരെ വസദ്ദു അൻ സബീലില്ല എന്ന് അവർ പറഞ്ഞതിൽ നിന്ന് അവർ ഉപയോഗിക്കുന്ന ഒരു ചിത്രം. ആലോചിച്ച് നോക്കൂ. ഈ ഒരു രീതി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയാൻ ഇന്ന് ആളുകൾ ഉപയോഗിക്കണേ കാണാം. രണ്ടാമത്തത്, അസത്യമായ കാര്യങ്ങൾക്ക് മോട്ടി പിടിപ്പിച്ചുകൊണ്ട് അത് ജനങ്ങളിലേക്ക് അടുത്തു കൊടുക്കും. യാഥാർത്ഥ്യാവൂല. യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളെ എന്ത് ചെയ്യാം, അതിങ്ങട്ട് മോടി പിടിപ്പിച്ചുകൊണ്ട് അതിങ്ങട്ട് അലങ്കരിപ്പിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് അടുത്തു കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യാ, ജനങ്ങൾ അതിന്റെ പിന്നാലെ അങ്ങനെ പോകും. അങ്ങനെ പിന്നാലെ പോകുമ്പോൾ ഈ സത്യത്തെ ജനങ്ങൾ അവിടെ മുന്നിൽ കണ്ടാലും അവർ ആഗ്രഹിക്കുകയും ഇച്ഛിക്കുകയും ചെയ്യുന്ന ആ അസത്യത്തിന്റെ പിന്നാലെ അവർ ഓടിപ്പോകും. സാധാരണക്കാരായ ആളുകൾ ഓടിപ്പോകും. അല്ലേ? ശരിയായ വിശ്വാസമില്ലാത്ത ആളുകൾ. ഇതും ഇന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഈ ഇസ്ലാം ദീനിൽ നിന്ന് ആളുകളെ തടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ശൈലിയാണ്. ആലോചിച്ച് നോക്കൂ. ആ ശൈലിയൊക്കെ പാടവിടെ പറഞ്ഞാൽ പിന്നെ തീരൂല. മറ്റു ചിലവർ ഇന്നിപ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കഥാരചനകളൊക്കെയാണ്. കാർട്ടൂൺ പോലുള്ള കഥകളും കാർട്ടൂണുകളും പിന്നെ എന്തൊക്കെ എനിക്ക് തന്നെ അറിയില്ല, അല്ലേ? നോവലുകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ആ കാർട്ടൂണൊക്കെ കാണുമ്പോൾ എല്ലാവരും എന്താ ഈ കാർട്ടൂൺ എന്ന് എല്ലാവരും നോക്കുമല്ലോ. അത് വാർത്താ മീഡിയയിലോട്ട് വരുമ്പോൾ എന്താ ഒന്നുകൂടി ആളുകൾ കൂടുതൽ കാണും. ആലോചിച്ചു. അപ്പൊ ഇങ്ങനെ കാർട്ടൂണൊക്കെ നിർമ്മിച്ചുകൊണ്ട് എന്ത് ചെയ്യാ, ഇങ്ങനെ കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇസ്ലാം ദീനിന്റെ മുഖത്തെ വിവരണമാക്കിക്കൊണ്ട് വികൃതമാക്കിക്കൊണ്ട് ആളുകൾക്കിടയിൽ ചിത്രീകരിക്കാം. ഇതെന്തിനാണ് അവർ ചെയ്യുന്നത്? ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖത്തെ ആളുകളിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാനും അതിനെ കരിവാരിത്തേക്കാനുമാണ് ഇവർ ഉപയോഗിക്കുന്ന ഈ മാർഗം. അതൊക്കെ എന്തിൽപ്പെടും? വസദ്ദു അൻ സബീലില്ല എന്ന ആശയത്തിൽപ്പെടും. മറ്റൊന്ന്, മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് വേണ്ടാത്തത് കൊതിക്കുകയും ആഗ്രഹിക്കുകയൊക്കെ ചെയ്യും. ഏത് മനുഷ്യനും ഇച്ഛകളുണ്ടല്ലോ, അല്ലേ? ഏത് മനുഷ്യന്റെ മനസ്സിലും എന്തുണ്ട്? ആഗ്രഹങ്ങളും ഇച്ഛകളും പൂതികളുമുണ്ട്. പക്ഷേ ആ ഇച്ഛകളും ആഗ്രഹങ്ങളും പൂതികളും മനുഷ്യന്റെ നന്മക്കാണ് അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ ആ ഇച്ഛകളെ അതിനെന്ത് വേണം? പരിധികളുണ്ട്. അതിന് തടയിടുന്നു നമ്മുടെ ബുദ്ധിയും ഈ ഇസ്ലാം ദീനും. മതത്തിന്റെ നിയമങ്ങൾ എന്താ ചെയ്യണത്? മതത്തിന്റെ നിയമം എന്തിനാപ്പം അള്ളാഹു എനിക്ക് ഭക്ഷണത്തോടുള്ള ആഗ്രഹം ഉണ്ടാക്കി വെച്ചത്? എന്തിനാ ഉണ്ടാക്കി വെച്ചത്? ആ ഭക്ഷണത്തോടുള്ള ആ വിശപ്പ് എന്ന് പറയുന്ന ആഗ്രഹം ഇല്ലെങ്കിൽ, ആ ഒരു ശഹ്വത്തില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കോ? നിങ്ങൾ ഭക്ഷണം കഴിക്കോ? ഇല്ല. എന്നാൽ ഒരു ഇണയോടുള്ള ആഗ്രഹവും ഇച്ഛയും എനിക്കില്ലെങ്കിൽ ഞാൻ എൻ്റെ ഇണയെ സമീപിക്കുമോ? സഹോദരന്മാരെ, നിങ്ങൾ സമീപിക്കുമോ? ഇല്ല. അപ്പൊ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ ഇണയോടുള്ള ഇച്ഛ, ആഗ്രഹം എന്നിൽ അള്ളാഹു, നിങ്ങളിലും അള്ളാഹു, നമ്മളിൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഇച്ഛ തന്നെ അതിര് കടന്നുകൊണ്ട് അള്ളാഹു അനുവദിക്കാത്ത രൂപത്തിൽ ആ ഇച്ഛയെ ഞാൻ കൊണ്ടുപോകുമ്പോൾ എന്താവും? അവിടെ അപകടം വരും. അത് ഡേഞ്ചറാണ്. അവിടെയാണ് ഇസ്ലാമിന്റെ കൽപ്പനകൾ സ്വീകരിക്കുക, ഇസ്ലാമിന്റെ അരുതായ്മകൾ അരുതേ എന്ന് പറഞ്ഞെടുത്ത് പോവാതിരിക്കുക, അത് വെടിയുക. ഈ ഒരു സമീപനത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന യുക്തിവാദികളാകുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാണ്? അത്തരം ആളുകൾ, ഈ കുഫർ കാണിക്കുന്ന ആളുകൾ ഈ യഥാർത്ഥ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ഇച്ഛകൾ പെട്ടെന്ന് ഓടിപ്പോവല്ലോ, ആ ഓടിപ്പോണ കാര്യങ്ങൾ ഇങ്ങനെ അലങ്കരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ. ഇതേതിൽപ്പെട്ടതാണ്? വസദ്ദു അൻ സബീലില്ല. അതുകൊണ്ടാണ് അള്ളാഹ് ഇന്നല്ലദീന കഫറൂ ഉടനെ തന്നെ പറയണം വസദ്ദു അൻ സബീലില്ല. ഓലൊരു സ്വഭാവമാണത്. അള്ളാന്റെ യഥാർത്ഥ മാർഗം ഉണ്ടാവും, സത്യത്തിന്റെ മാർഗം ഉണ്ടാവും. ആ സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയിടുക എന്നത് ഈ കൂട്ടരുടെ സ്വഭാവമാണ്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തൊക്കെ ഇവരെന്താ ഉപയോഗിച്ചത്? നബിയെ പറ്റി ആരോപണം പറയാ, സഹാബത്തിനെ പറ്റി ആരോപണം പറയാ, നബിയുടെ സത്യവിശ്വാസിനികളായ ഭാര്യമാരെ പറ്റി ആരോപണം പറയാ, അല്ലേ? ആയിഷ ബീബിനെ പറ്റിയൊക്കെ പോലും അവരാരോപണം പറഞ്ഞു, അല്ലേ? മുഹമ്മദ് നബിയെ പറ്റി എണ്ണമറ്റ ആരോപണങ്ങൾ അവര് എറിഞ്ഞു. എന്നിട്ടെന്തേണ്ടായത്? എന്തേ കാര്യം ഉണ്ടായോ? ഇങ്ങനെ ആരോപണങ്ങൾ ഉപയോഗിക്കുക. ചിലപ്പം ആളുകൾ കൂടുന്ന സ്ഥലത്ത് വെച്ചിട്ട് വലിയ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാക്കും ചിലര്, അല്ലേ?
അല്ലെങ്കിൽ അവിടേക്ക് പോയിട്ടല്ലേ ഇപ്പൊ ആ കച്ചറുണ്ടായത്, ഒലനേക്കുണ്ടാക്കിയത്. ഇങ്ങനെ ആ ഒരു ഇൽമിന്റെ സദസ്സിലേക്ക് വരുന്നത് തടയിടാൻ വേണ്ടി ഇത്തരത്തിലുള്ള ആസൂത്രിതമായ രൂപങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതൊക്കെ ആരുടെ സ്വഭാവമാണ്? ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ്. ആലോചിക്കേണ്ട വിഷയമാണ് സഹോദരന്മാരെ. ഇതേപോലെ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന പ്രബോധകരായ ആളുകളുടെ മുഖം വികൃതമാക്കുക, അതിനെ കരിവാരിത്തേക്കുക. അതിന്ന് ധാരാളം നല്ലൊരു പ്രസംഗം പ്രസംഗിക്കണ ആളുകൾക്കൊക്കെ ഇമ്പമാർന്ന ഇഷ്ടപ്പെടുന്ന ഒരു പ്രാസംഗികനോ ഒരു പ്രബോധകനോ ഉണ്ടെങ്കിൽ ഓനാകെ ആദ്യം ചെയ്യും, ഓനെ മാത്രം ഫോക്കസ് ചെയ്യുകൊണ്ട് ഓനടി പിടിച്ചിരുന്നു. എത്ര സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത് അല്ലേ? ഒരു പക്ഷേ നാട്ടിൽ നിന്ന് പോലും അവനെ പുറത്താക്കാനുള്ള ശ്രമം ഗവൺമെന്റ് പോലും നടത്തും. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ്. ഇനി ചില ഭാഗത്തൊക്കെ ശാരീരികമായ പീഡനങ്ങൾ സംഭവിക്കും. ഇതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് ആ മക്ക ജീവിതത്തില് പ്രവാചകന്റെ അനുയായികൾപ്പെട്ട ബിലാലിനെയും മിസ്അബിനു ഇതേപോലുള്ള സഹാബത്തിനുമൊക്കെ മിസ്അബിന് ഉമൈറിനെ പോലുള്ള സഹാബത്തിനൊക്കെ ഏൽക്കേണ്ടി വന്ന അല്ലേ, സുഹൈബ് റൂമിയെ പോലുള്ള ആ സഹാബത്തിനൊക്കെ ഏൽക്കേണ്ടി വന്ന ആലോചിക്കുങ്ങള് ആ ശാരീരികവും മാനസികമായ പീഡനം അത് സാധിക്കുന്ന സ്ഥലത്ത് അങ്ങനെ പോലീസ് ദീനിൽ നിന്ന് തടയാനുള്ള മാർഗം ഉപയോഗിക്കും. നല്ല ശാന്തമായ അന്തരീക്ഷമായിരിക്കും. അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു കുഴപ്പത്തിന്റെ വാക്ക് അല്ലെങ്കിൽ ഒരു ഫിത്നയുടെ കാര്യം ഉണ്ടാക്കും അല്ലേ, ആ സദസ്സടി കലക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ആലോചിച്ച് നോക്കുങ്ങൾ. ഇതൊക്കെ ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ്. ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ്. ഇങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത ഒരുപാട് പീഡനത്തിന്റെയും ശാരീരികവും മാനസികവുമായ മർദ്ദനത്തിന്റെയും അതേപോലെ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളെ കരിവാരിത്തേച്ച് അതിന്റെ മുഖം കരിവാളിപ്പിക്കുന്ന വികൃതമാക്കുന്ന ഒരുപാട് രൂപങ്ങൾ ഇന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഞാൻ പറഞ്ഞത് അല്ലേ. സഹോദരന്മാരെ, ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ്. ഇനി അള്ളാഹ് അടുത്ത പദം പറയും നോക്കുങ്ങള്. എന്താ പറയണത്? വശാഖുർ റസൂല. അള്ളാഹുവിന്റെ റസൂലിനോട് മുശാഖാത്ത് കാണിക്കുന്നവര്. ഞാൻ നേരത്തെ വിവരിച്ചു ആ പദം. ഒരു ഭാഗത്ത് ശത്രു ഒരു ഭാഗത്തും സത്യത്തിന്റെ ഭാഗം ഒരു ഭാഗത്തു നിന്നുകൊണ്ട് ആ തമ്മിലുള്ള പോരാട്ടം പോലെ ശത്രുത കാണിക്കുക. അതിലെന്തുണ്ട്? രണ്ടാളും ഓപ്പോസിറ്റായി നിൽക്കുമ്പോ എന്തുണ്ട്? അതിലൊരു ശത്രുതയുണ്ട്. അതാണ് അവിടെ ഉദ്ദേശം അല്ലേ? ആ പോരാണ് അവിടെ ഉദ്ദേശം. രണ്ട് ഭാഗത്ത് നിൽക്കണ എന്തിനാ? ആ പോരാണ് ഉദ്ദേശം. ഞാനോ നീയോ എന്ന രൂപത്തിൽ നിൽക്കണത് ഷാക്കു എന്ന് പറയുന്നത്. ഷക്ക് എന്ന് പറഞ്ഞ ഭാഗം അറബിയിൽ ഞാൻ ഇന്ന ഷക്കയിലാന്നൊക്കെ പറയില്ല നിങ്ങള് ഇല്ലേ? നമ്മളിപ്പോ ഒരു ബിൽഡിങ്ങിൽ താമസിക്കുമ്പോൾ ഞാൻ ഇന്ന ഷക്കയിലാന്ന് പറയും. എന്നാ ഷക്ക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഭാഗമാക്കി തിരിച്ച ഭാഗം. ഇതേപോലെ ഷാക്കോ രണ്ട് ഭാഗത്തായി അവർ നിൽക്കുക. ഞാനൊരു ഭാഗത്തും ശത്രു മറ്റൊരു ഭാഗത്തും നിൽക്കുക. അങ്ങനെ ആവണം. എന്താണ് അങ്ങനെ നിൽക്കണം? എന്താ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം? ശത്രുത പ്രകടിപ്പിക്കുകയാണ്, പോര് കാണിക്കാനാണ് അല്ലേ? അപ്പൊ ഇസ്ലാം എന്ന ആ സുന്ദരമായ ആശയം ഒരു ഭാഗത്തും അതിന്റെ അസത്യത്തിന്റെ ആശയം മറ്റൊരു ഭാഗത്തും നിന്നുകൊണ്ടുള്ള ഈ രൂപത്തിലുള്ള പോരാട്ടത്തിനാണ് വശാഖു എന്ന് പറഞ്ഞത്. അത് വശാഖുർ റസൂല. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട് മുശാഖാത്ത് കാണിക്കുന്നവർ, അതിനോട് പോര് കാണിക്കുന്നവർ, അതിനോട് മത്സരത്തിൽ ഏർപ്പെടുന്നവർ, ഇത്തരം ആളുകൾ മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദ, ഈ സത്യസന്ദേശം അവർക്ക് വ്യക്തമായി വന്നെത്തതിന് ശേഷം എന്നിട്ടും അതിനോട് പോര് കാണിക്കുന്നവർ, യഥാർത്ഥത്തിൽ അതുകൊണ്ടുള്ള നഷ്ടം വരുന്നത് ആർക്കാ? ഇനി അള്ളാഹു ദൈവികമായ ഒരു തീരുമാനം പറയാണ്. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എന്താ? അള്ളാഹ് ഒരു കരാറാണ് പുറപ്പെടുവിച്ചതാ. എന്താണ് ആ കരാറ്? ലൻ യദുറുല്ലാഹ ശൈആ. ഈ കൂട്ടർ അള്ളാഹുവിന് ഒരു ചുക്കും ഒരു വസ്തും ഒരു ചെറിയ കാര്യം പോലും ഒരു ചെറിയ രൂപത്തിലെങ്കിലും ഉപദ്രവം ചെയ്യാൻ അവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത്, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ കാലഘട്ടത്തും ഒക്കെ ഇങ്ങനെ ആ പ്രവാചകന്മാരോട് പോര് കാണിച്ചുകൊണ്ട് അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നത്
വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ബനു ഇസ്രായേൽക്കാരെ പറ്റി അള്ളാഹു പറയുന്നുണ്ടല്ലോ, അവര് അമ്പിയാക്കളെ കൊല ചെയ്യുന്നവരായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഉള്ള പ്രവാചകന്മാരെ കൊല ചെയ്യുന്നവരായിരുന്നു അവർ എന്നുള്ള. കുൽ ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹ്, എന്തിനാണ് നിങ്ങൾ അമ്പിയാക്കളെ കൊല ചെയ്യുന്നത്? മിൻ ഖബൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരുന്നതിന് മുമ്പ്, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്വഭാവം അവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനിയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളായ മക്കായിലെ മുശ്രിക്കുകളാവട്ടെ കാഫിറുകളാവട്ടെ അവർ ചെയ്തതെന്താ? മുഹമ്മദ് നബിക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള ഈ വിശുദ്ധ ഖുർആനാകുന്ന ഈ രീതിശാസ്ത്രം അല്ലേ, ആ വേദഗ്രന്ഥം, അത് കേട്ടാൽ ജനങ്ങളിൽ സ്വാധീനം വരുത്തും എന്ന് അവർക്ക് ശരിക്കും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ തടയാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞെന്താ, വഖാലല്ലദീന കഫറു, ആ അവിശ്വാസികളായ ആ മക്കായിലെ കുഫാറുകളായ ആളുകൾ പറയുന്നു അല്ലേ, പറഞ്ഞു, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേട്ടു വരുതട്ടോ, ആ ഖുർആൻ കാത് കൊടുത്ത് നിങ്ങൾ കേൾക്കേ ചെയ്യരുത്. മാത്രമല്ല വൽ ഗൗഫി, ആ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് പോയിട്ട് നിങ്ങൾ ഒച്ചയും വിളിയും ബഹളം ഉണ്ടാക്കണം എന്നാണ്. എന്തിനാ സഹോദരന്മാരെ ബഹളം ഉണ്ടാക്കണത്? ഖുർആന് ആരെങ്കിലും ഓതിനെ കേൾക്കാതിരിക്കാൻ? മുഹമ്മദ് നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ അത് ഓതുമ്പോൾ അതിന്റെ ആ ഈണം ചെവിയിലേക്ക് എത്തിയാൽ ഏത് ശത്രുവായ മനുഷ്യൻ പോലും അതിൽ ആകർഷിക്കും, സ്വാധീനമുണ്ടാവും. അതിന് തെളിവാണല്ലോ ശത്രുവായ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ കേട്ടപ്പോഴാണല്ലോ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അല്ലേ? ആലോചിക്കൂ, അയാളുടെ മനസ്സിനെ മാറ്റിമറിച്ചത് വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തുകളാണ്, ഏതാനും ആയത്തുകളാണ്. ആലോചിക്കണം നിങ്ങൾ അല്ലേ? അപ്പൊ സ്വാധീനം ഉണ്ടാവും എന്നുറപ്പാ. അപ്പൊ എന്താ, ആ സ്വാധീനം തന്നെ തടയാ, അതിലേക്കുള്ള വഴി തന്നെ തടയാനാണ് എന്ത് ഉണ്ടാക്കുന്നത്? ഒച്ചയും വെളിയും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇന്നും അത് സ്വീകരിക്കുന്ന സഹോദരന്മാര്, ഇന്നും ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ സ്വീകരിക്കുന്ന ഒരു രീതി എന്താ? ശാന്തമായി പ്രബോധനം നടത്തുന്ന ഒരു രംഗണ്ടോ, ആടെ പോയിട്ട് എന്ത് ചെയ്യാം? ഒച്ചയും വിളി ഉണ്ടാക്കുക. എങ്ങനെ ഒച്ചയും വിളി ഉണ്ടാക്കുക? ഇന്നിപ്പം ഓൺലൈൻ ക്ലാസ്സുകളാണ് അല്ലേ? ആ രൂപത്തിലുള്ള ക്ലാസ് ആയാലും അവിടെ എന്തുണ്ടാക്കാൻ, എന്തെങ്കിലുമൊക്കെ പുരാതി പറഞ്ഞിട്ട് ഓന്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആരോപിച്ചിട്ട് ഓനെ സമൂഹത്തിൽ നിന്നാണ് പിടിച്ചിരുത്തിയിട്ട് ആ ദഅവത്ത് എന്ന ആ സുന്ദര കർമ്മത്തിൽ നിന്ന് ഓനങ്ങിട്ട് വെറുപ്പിക്കുന്ന രൂപത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടാണ് എറിയ. ആലോചിച്ചു, ഇതൊക്കെ ഇന്ന് നടക്കണം. അതാണ് ഇന്നത്തെ ഒച്ചയും വിളി അല്ലേ? എന്താ അങ്ങനെ ഒച്ചയും വിളി ഉണ്ടാക്കിയാൽ എന്താ ഉണ്ടാവുക? ലഅല്ലക്കും തഗ്ലിബൂൻ, നിങ്ങൾക്ക് ആ പിന്നെ ഇസ്ലാമിനെ അഥവാ വിശുദ്ധ ഖുർആനിനെ അതിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും അംഗീകരിച്ച ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ ലോകത്ത് നിലനിൽക്കുന്ന കാലഘട്ടത്തോളം ഇസ്ലാം ദീനിന്റെ ആശയം ജനമനസ്സുകളിൽ നിലനിൽക്കുന്ന കാലഘട്ടത്തോളം മുസ്ലിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളത് ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെ അംഗീകരിച്ച ഒരു കാര്യമാണ്. ആലോചിച്ചു നിങ്ങൾ, മുസ്ലിങ്ങളല്ല പറഞ്ഞത്, ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും എടുത്തു പറയുന്ന കാര്യമാണ്. നമ്മുടെ മനസ്സിൽ, മുസ്ലിങ്ങളാകുന്ന നമ്മുടെ മനസ്സിൽ ഇസ്ലാമിന്റെ ആശയം, വിശുദ്ധ ഖുർആനിന്റെ ആശയം കുടികൊള്ളുന്ന കാലഘട്ടത്തോളം നമ്മെ തകർക്കാൻ ലോകത്തൊരു ഒരു ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സഹോദരന്മാരെ, ഇന്ന് ചില ഗവൺമെന്റ് പോലും, ചില ഹുക്കൂമകൾ പോലും എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, നമുക്ക് രക്ഷയില്ല കേട്ടോ, കാരണം ഭരണമൊക്കെ പോയി, ഭരണമൊക്കെ ഒഴുക്കായി, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു രക്ഷയുമില്ല എന്നൊക്കെ നമ്മൾ സംസാരത്തിൽ ഇങ്ങനെ പറയും. യഥാർത്ഥത്തിൽ അതൊരു ശരിയായ വാക്കല്ല. കാരണം ഈ ഗവൺമെന്റ് അല്ല നമുക്ക് രക്ഷ നൽകുന്നത്. എന്റെയും നിങ്ങളുടെയും മനസ്സിൽ വിശുദ്ധ ഖുർആനിന്റെയും ഇസ്ലാം ദീനിന്റെയും ആശയങ്ങൾ കുടികൊള്ളുന്നുവോ അള്ളാഹു നമ്മെ രക്ഷിക്കും. ഏത് ക്രൂരന്മാരായ ഭരണാധികാരികൾ വന്നാലും ഒരു പക്ഷേ ആ ഭരണാധികാരിയുടെ കീഴിൽ ഒരു പക്ഷെ സുന്ദരമായി ആ ഇസ്ലാം ദീൻ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് അള്ളാഹു സ്വാധീനം തന്നേക്കാം അല്ലേ? ഇതിനൊക്കെ തെളിവുണ്ട്. മാത്രമല്ല, ലോകത്ത് എത്ര വലിയ ശക്തികളും എത്ര വലിയ ധനികന്മാരും ഒക്കെ വന്നിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ നോക്കൂ നിങ്ങൾ. ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ സ്വഭാവം എന്താ? അവരെത്ര ശക്തവാന്മാരായിരുന്നു. വലിയ
ഖുറൈശികൾ എന്ന് പറയുന്നത് ആരാ? ഒരു ശക്തവാന്മാരാണ്, ലോകത്ത് തന്നെ ശക്തവാന്മാരാണ്, ധനികന്മാരാണ്, കച്ചവടം ചെയ്തിട്ട് നല്ല പണത്തിന്റെ ആളുകളാണ് അവര്. ലോകത്തെ തന്നെ ആ കായ്ബ അവിടെ ഉള്ളത് കൊണ്ട് ലോകം തന്നെ ആദരിക്കുന്ന നേതാക്കളാണ് ഖുറൈശികൾ, അല്ലേ? പ്രമാണിമാർഗമാണ്, ഒരു സമൂഹത്തിന്റെ പ്രമാണികളാണ് ഖുറൈശികൾ എന്ന് പറയുന്നത്, അല്ലേ? ഓരോ ഗോത്രത്തിന്റെയും തലവന്മാരാണ് ഖുറൈശികൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ സ്വാധീനവും ഈ ശക്തിയും ഈ കഴിവും ഒക്കെ അവർക്കുണ്ടായിട്ട് പോലും, അവരുടെ ഈ സ്വാധീനമൊക്കെ അവർ ഉപയോഗിച്ചിട്ട് പോലും ഈ ദീനിനെ പൊളിക്കാൻ അവർക്ക് സാധിച്ചു. ഇസ്ലാം മുഹമ്മദ് നബിക്ക് ഈ വിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോൾ ഏതാനും തുച്ഛം ആളുകളല്ലേ, വിരലെണ്ണാവുന്ന ആളുകളല്ലേ ഉണ്ടായിട്ടുള്ളൂ. ആ സമയത്ത് ഇങ്ങനെയൊക്കെ ശത്രുത ഉണ്ടായിട്ട് പോലും ഈ കൂട്ടർക്ക് ഇത് പൊളിക്കാൻ സാധിച്ചോ സഹോദരന്മാരെ? സാധിച്ചോ? ഒരിക്കലുമില്ല, ഒരിക്കലും അവർക്ക് സാധിച്ചിട്ടില്ല. ആലോചിക്കണം നിങ്ങൾ, ഓർക്ക് അങ്ങനെ ഒന്ന് സാധിച്ചിട്ടേ ഇല്ല. മറിച്ച് അള്ളാഹു ഈ ഇസ്ലാം ദീനാകുന്ന ഈ മതത്തിന്റെ പ്രകാശം ലോകത്ത് മൂലം എല്ലായിടത്തും എത്തിക്കുകയാണ്. ശത്രുക്കൾ ഇത്ര ശക്തവാന്മാരും മല്ലവാന്മാരും എല്ലാ സ്വാധീനങ്ങളും ഉണ്ടായിട്ടും അവരെ അപമാനിച്ച് അവരെ നീചരാക്കി അള്ളാഹു അവരുടെ വെളിച്ചം കെടുത്തിക്കളയാണ് ചെയ്തത്, അല്ലേ? അതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ചരിത്രത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ, അതുകൊണ്ട് നമ്മളിങ്ങനെ പറയേണ്ടല്ല ഇന്ന ഗവൺമെന്റ് ഒന്നും, ഇനിയിപ്പോ ഇസ്ലാമിനും വിശുദ്ധ ഖുർആനും മുസ്ലിങ്ങൾക്കൊന്നും ഇല്ല, അത് പറയുന്നത് അബദ്ധ. യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത്, നാം ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നാം വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിന്റെ ആശയം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ ഈ ഇസ്ലാം ദീനിനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല, ഒരു ശക്തിക്കും സാധ്യമല്ല. ഈ ഇസ്ലാം, ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് പ്രപഞ്ചനാഥനായ ഈ ആകാശഭൂമിയെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹുവാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അപ്പൊ ആരെന്ത് പറഞ്ഞാലും ഇവരുടെ ശക്തി എന്നൊക്കെ പറയുന്നത് കേവലം അങ്കബൂത്തിന്റെ 8 കാലിയുടെ വീട് പോലെയാണ്. അത് അള്ളാഹു എന്നാണ് വിചാരിച്ചാൽ, അള്ളാഹ് ആട് തീരുമാനിച്ചാൽ അതൊക്കെ കാറ്റിൽ പറന്നു പോവാൻ മാത്രമേ ഉള്ളൂ, അല്ലേ? ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. അപ്പൊ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ എന്തുണ്ട്? പാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇനി ഒന്നുകൂടി നിങ്ങൾ തിരിച്ചു വരാം. ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ്, തീർച്ചയായും അവിശ്വസിക്കുകയും സത്യത്തെ തള്ളിക്കളയുകയും ചെയ്തവർ. പിന്നെന്താണ്? വസദ്ദു അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ അഥവാ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആളുകളെ തടയുകയും ചെയ്തവരാരോ അവർ. പിന്നെന്താ? വശാഖുർ റസൂല, അള്ളാഹുവിന്റെ റസൂലിനോട് പിന്നെ പോര് കാണിച്ചുകൊണ്ട് മത്സരത്തിൽ ഏർപ്പെട്ടവരാരോ അവർ. മിംബാദി മാ തബയ്യന ലഹുമുൽ ഹുദാ, ഈ സത്യസന്ദേശം അവർക്ക് വന്നെത്തിയതിനു ശേഷം ലൻ യദുറുല്ലാഹ ശൈഅ, അവർക്ക് അതെന്തില്ല, അവർക്ക് അള്ളാഹിനോട് ഒരു ചുക്കും ഒരു കാര്യം അവർക്ക് ചെയ്യാൻ സാധ്യമല്ല. ഇതൊരു അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ് ലൻ യദുറുല്ലാഹ ശൈഅ എന്നുള്ളത്, അല്ലേ? ആലോചിച്ച് നോക്കുങ്ങള്, റബ്ബിന്റെ ഒരു തീരുമാനമാണ് ലൻ യദുറുല്ലാഹ ശൈഅ. ഇനി രണ്ടാമത്തെ അള്ളാഹുവിന്റെ തീരുമാനം എന്താ? വസയുഹ്ബിതു അഅ്മാലകും, ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്തരം വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളാരോ അവർ, അവരുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു എന്ത് ചെയ്യും? ഫലല്ലാതെയാക്കും, ഫായിദല്ലാതെ. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്ത് ഈ അവിശ്വാസികളായ ആളുകൾ പ്രവർത്തിച്ച എത്ര നല്ല നല്ല പ്രവർത്തനങ്ങളുണ്ട്, അല്ലേ? കുടുംബ ബന്ധം പുലർത്തിയിരുന്നു അവര്, അതിഥികളെ സൽക്കരിച്ചിരുന്നു അവര്, വഴിയറിയാതെ നട്ടം തീരുന്നവർക്ക് വഴി കാണിച്ചു കൊടുത്തിരുന്നു, അല്ലേ? പിന്നെ അശരണായ ആളുകൾക്ക് അവരെ സഹായിച്ചിരുന്നു, അല്ലേ? ഒരുപാട് പാപങ്ങളുടെ അവലംബമായിരുന്നവർ. ഇങ്ങനെയുള്ള വലിയ വലിയ പ്രവർത്തനങ്ങൾ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ, വിശ്വാസത്തിൽ തകരാറ് വന്നതിന്റെ പേരിൽ, അതുമൂലം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ ആളുകളെ, മറ്റുള്ളവരെ തടയുകയും ചെയ്തതിന്റെ പേരിൽ അവരുടെ സൽക്കർമ്മങ്ങളൊക്കെ എന്ത് ചെയ്യും? ധൂളിയാക്കി കളയും അള്ളാഹു എന്നുള്ള. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅം മൻസൂറാ, അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് അള്ളാഹു കടന്നു ചെല്ലും. എന്നിട്ടെന്താ? ആ വലിയ വലിയ പ്രവർത്തനം, ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തവരുണ്ട് അവരുടെ കൂട്ടത്തില്, അല്ലേ? വലിയ ചാരിറ്റബിൾ പ്രവർത്തനം പ്രവർത്തിച്ച ആളുകളുണ്ട്, നന്മയുടെ കൂമ്പാരം ചെയ്ത ആളുകളുണ്ട്. കാര്യം എന്താ? കാര്യമുണ്ട് സഹോദരന്മാരെ.
വിശ്വാസം ശരിയാവാതെ നിങ്ങൾ എത്ര വലിയ പ്രവർത്തനം പ്രവർത്തിച്ചിട്ടും കാര്യമില്ല അല്ലേ? മാത്രമല്ല ഇസ്ലാമിനോടും വിശുദ്ധ ഖുർആാനിനോടും ശത്രുത പുലർത്തിക്കൊണ്ട് അതിനെ തകർക്കാൻ വേണ്ടി നിങ്ങൾ വലിയ ചാരിറ്റബിൾ പ്രവർത്തനം നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ എന്താവും? ദുനിയാവിൽ തൽക്കാലം ഏതാനും നിമിഷങ്ങൾ നിങ്ങൾക്ക് അതുകൊണ്ട് ചിരിക്കാം, ഉല്ലസിക്കാം എന്നല്ലാതെ, ആളുകളുടെ കൈകൊട്ട് കിട്ടും എന്നല്ലാതെ, മറിച്ച് യഥാർത്ഥ ജീവിതം, ഈ ജീവിതത്തിന് ശേഷം വരാൻ പോകുന്ന ആ ജീവിതത്തിൽ നമ്മുടെ ഈ കർമ്മങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റൂല സഹോദരന്മാർ. വസയുഹ്ബിത്തു അഅ്മാലകും, വഴിയെ, അതുകൊണ്ടാണ് സീൻ അവിടെ ചേർത്തത്. ദുനിയാവിലല്ല. വസയുഹ്ബിത്തു അഅ്മാലകും, അവരുടെ പ്രവർത്തനങ്ങളെ പരലോകത്ത് വെച്ച് അള്ളാഹു നിഷ്ഫലമാക്കി കളയും. ആലോചിക്കേണ്ട വിഷയമാണ് സഹോദരന്മാർ. അപ്പോൾ ഈ ദീനിനോട് വെറുപ്പ് കാണിച്ചുകൊണ്ടാണ് നമ്മൾ മരിക്കണതെങ്കിൽ, അള്ളാഹു നമ്മുടെ സന്മാർഗത്തിന് വേണ്ടി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആാനിനോടും അതിൻ്റെ ആശയമായ തൗഹീദിനോടും വെറുപ്പ് കാണിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കണതെങ്കിൽ, അതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ റിസാലത്തിനോട് വെറുപ്പ് കാണിച്ചുകൊണ്ടാണ്, ശത്രുത കാണിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ, നരകം എന്ന് പറയുന്നത് നമ്മുടെ വാസസ്ഥലമാണ്. ഉറപ്പാണ് സഹോദരന്മാരെ. നമ്മൾ എത്ര വലിയ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചിട്ടും കാര്യമില്ല എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നുകൂടി നിങ്ങൾ തിരിച്ചു വരിക. അള്ളാഹ് ആദ്യം പറഞ്ഞ കരാർ എന്താ? ദൈവികമായ ആ കരാറ്, ലൻ യദുറുല്ലാഹ ശൈആ. അല്ലേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ലോകത്തുള്ള എല്ലാവരും കൂടി അള്ളാഹു അവതരിപ്പിച്ച ഈ ദീനുൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു ചുക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വാഹിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, എൻ്റെ അടിയാന്മാരെ, നിങ്ങളിൽ ഒന്നാമത്തെ മനുഷ്യനും നിങ്ങൾ ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന അവസാനത്തെ മനുഷ്യനും ജിന്നുവർഗവും മനുഷ്യവർഗവും ഒന്നാകെ കാനുവല അത്തുക്കാ കൽബി റജുലിൻ, ഏറ്റവും വലിയ ഭക്തനായ ഒരു മനുഷ്യന്റെ മനസ്സുള്ള ആളായിരുന്നാൽ പോലും എന്റെ ആധിപത്യത്തിൽ അതൊന്നും വർദ്ധിപ്പിക്കുന്നില്ല. യാ ഇബാദി, വീണ്ടും അള്ളാഹു പറയാണ്, യാ ഇബാദി, ഖുദ്സി ഹദീസിൽ കാണാം, എൻ്റെ അടിയാന്മാരെ, ലൗ അന്ന അവ്വലക്കും വാഹിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളുടെ ജിന്ന് വർഗവും മനുഷ്യവർഗവും ആദ്യത്തതും അവസാനത്തുമായ എല്ലാ ആളുകളും ഏറ്റവും മോശമായ ഒരു മനസ്സിന്റെ ഉടമയായാലും അതുകൊണ്ട് എൻ്റെ ആധിപത്യത്തൊന്നും ചുരുങ്ങിക്കളയുന്നില്ല, അതുകൊണ്ട് ഒന്നും നഷ്ടം എനിക്ക് വരാനില്ല. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വാഹിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, ജിന്നുവർഗവും ഇൻസുവർഗവും ആദ്യത്തതും അവസാനത്തുമായ എല്ലാവരും ഖാമൂഫി സഈദിൻ വാദി, എല്ലാവരും ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടി, ഫസഅലൂനി, അവരെല്ലാവരും ഒരേ സമയത്ത് എന്നോട് ചോദിച്ചു, ഫഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലത, ഓരോരുത്തരും ചോദിക്കുന്നത് ഞാൻ കൊടുക്കുകയും ചെയ്താൽ, മാ നഖസ ദാലിക മിമ്മാ ഇന്ദി, എൻ്റെ അടുക്കള ഒന്നും ചുരുങ്ങിപ്പോല അടിമകളെ, ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യത്തു ഇദാ ഉദ്ഖിലൽ ബർ, കടലിൽ സൂചിട്ട് മുക്കിയെടുത്താൽ എന്താണോ നഷ്ടം പോരുന്നത് അതേപോലെയല്ല, ഒന്നും ചുരുങ്ങിപ്പോവാനില്ല, ഞാൻ നിങ്ങൾക്കൊക്കെ അടുത്തന്നാലും എന്ന് ഇമാം മുസ്ലിം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരൻ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും സഹോദരൻ. അപ്പോൾ ഒരുപാട് ചിന്തിക്കുവാനുള്ള വിഷയമാണ്. നമ്മൾ ഭൂമുഖത്തുള്ള എല്ലാവരും കുഫ്ർ കാണിച്ച്, എല്ലാവരും ഇസ്ലാം ദീനിനെ തകർക്കണം, തരിപ്പണമാക്കണം, അതിനുവേണ്ടി കുതന്ത്രങ്ങൾ ഉപയോഗിച്ച്, സൂത്രങ്ങൾ ഉപയോഗിച്ച്, എന്നാൽ പടച്ച തമ്പുരാന് ഒരു ചുക്കും കൂടെ വരാനില്ല. നഷ്ടമായിരിക്ക നമുക്ക് തന്നെയാണ്. അത് ചെയ്യുന്ന ആ കുതന്ത്രം ഉപയോഗിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. അവരിലേക്കാണ് നഷ്ടം വന്ന് ഭവിക്കുന്നത്. അല്ലേ? അതല്ലേ ആ കുഫാർ ഖുറൈശികൾ നമ്മൾ കണ്ടത്. ആലോചിക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള എത്ര വലിയ സൂത്രകാരന്മാരാണ് അവർ, എത്ര വലിയ ധനികന്മാരാണ് അവർ, എത്ര വലിയ ശക്തവാന്മാരും മല്ലവാന്മാരുമാണവർ. അവരൊക്കെ ഇങ്ങനെ ഇസ്ലാം ദീൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത വിശുദ്ധ ഖുർആനിനെയും ഇസ്ലാം ദീനിനെയും ഒക്കെ തകർക്കാൻ വേണ്ടിയിട്ട് എത്രയാണ് അവർ ശ്രമിച്ചത്? എന്തെങ്കിലും ഫലം ഉണ്ടായി? അവരുടെ മേലിൽ തന്നെ അതിന്റെ വിപത്ത് വന്നടിക്കുകയല്ലേ ചെയ്തത് സഹോദരന്മാരെ. അപ്പൊ ആലോചിക്കേണ്ട സഹോദരൻ, അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹുവിന്റെ ഒരു കരാറാണെന്ന് നിങ്ങളൊക്കെ പാടെ കുതന്ത്രം ഉപയോഗിച്ച് ഇസ്ലാമിന്റെ വെളിച്ചം തകർക്കാൻ വേണ്ടി, അല്ലേ, ആ വെളിച്ചം തകർക്കാൻ വേണ്ടി യുരീദൂന യുത്ഫിഉ നൂറല്ലാഹ്, അള്ളാഹുവിന്റെ ഈ ദീനിന്റെ പ്രകാശം കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഒരിക്കലും
അതിന് ആ പ്രകാശം കെടുത്താൻ അവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ഇവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. ലോകത്തുള്ള ശത്രുക്കളൊക്കെ പാടെ ഒരുമിച്ച് കൂടിയിട്ട് ഇസ്ലാമിന്റെ വെളിച്ചം കെടുക്കാൻ ശ്രമിച്ചാൽ അതിന്റെ വെളിച്ചം കെടുവോ സഹോദരന്മാര്? ഒരിക്കലും കെടൂല, ഒരിക്കലും കെടൂല. എന്താ, നമ്മളിപ്പോ ലോകത്ത് ഒരുപാട് പട്ടികളും നായ്കളും ഉണ്ട്. സൂര്യന്റെ വെളിച്ചം തടയുന്ന മേഘത്തെ കണ്ടിട്ട് പട്ടികളൊക്കെ പാടെ മേപ്പിട്ട് നോക്കിയിട്ടാണ് കുരച്ചാൽ, ഓടിയിട്ടാണ് കുരച്ചാൽ ആ മേഘത്തിന് എന്തേലും പറ്റുമോ? ഒന്നേം പറ്റുമോ? ഒരു ചുക്കും ആ മേഘത്തിന് പറ്റൂല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളെപ്പോ എല്ലാരും ഒരുമിച്ച് കൂടി കുതന്ത്രം പ്രയോഗിച്ചാലും, എല്ലാ പണവും അവർ ശേഖരിച്ചുകൊണ്ട് ആ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചാലും ഇസ്ലാം ദീൻ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോവില്ല. അല്ലേ? ആലോചിച്ച് നോക്കൂ. നിങ്ങളെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും എത്ര ഉപരോധം ഏർപ്പെടുത്തിയാലും അവരുടെ മനസ്സിൽ ആ ആശയമുണ്ടോ അത് പിഴുതെറിയാൻ നിങ്ങൾക്ക് സാധ്യമല്ല ശത്രുക്കളെ എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ഏത് രൂപത്തിലുള്ള ഉപരോധമായാലും എന്ത് രൂപത്തിലുള്ള ആയുധ സജ്ജീകരണങ്ങളും ഒക്കെ ആയിരുന്നാൽ പോലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഈ ദീനിന്റെ കാര്യത്തിൽ അത് അള്ളാഹു അവതരിപ്പിച്ചതാണ്. ആ അള്ളാഹു ആ ദീനിനെ സംരക്ഷിക്കും. പക്ഷേ നാം ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. എന്നിൽ ആ ദീനുൽ ഇസ്ലാമിന്റെ ആശയമുണ്ടോ? നിങ്ങളിൽ ആ ദീനുൽ ഇസ്ലാമിന്റെ ആശയം? ഇതാണ് നാം ഭയപ്പെടേണ്ടത്. ഈ കാര്യത്തെയാണ് നാം ഭയപ്പെടേണ്ടത്. അല്ലേ? ഇസ്ലാം ദീനിനെ അള്ളാഹു സംരക്ഷിക്കും. അല്ലേ? അത് എത്ര വലിയ യുദ്ധം ഉണ്ടായാലും ഇസ്ലാം ദീൻ ഇവിടെ സംരക്ഷിക്കപ്പെടും. ഇസ്ലാമിന്റെ ശത്രുക്കളായ ഏത് കുതന്ത്രം നടത്തിയാലും, അല്ലേ, ഒരു ലോകമഹായുദ്ധം തന്നെ ഈ ദീനിനെ തകർക്കാൻ വേണ്ടി ഒരു ലോകമഹായുദ്ധം തന്നെ സംഘടിപ്പിച്ചാലും ഈ ഇസ്ലാം ദീനിന്റെ ശക്തി ക്ഷയിക്കുകയില്ല. മറിച്ച് മുസ്ലിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ എപ്പോൾ നീങ്ങിപ്പോകുന്നോ, നശിച്ചു പോകുന്നുവോ, അത് ചെതലരിച്ചു പോകുന്നു, അവിടെ നമുക്ക് നാശം വരും, ആ ആളുകൾക്ക് നാശം വരും എന്നല്ലാതെ ഇസ്ലാം ദീനെ സംബന്ധിച്ചിടത്തോളം ഒന്നും വരാൻ പോകുന്ന സഹോദരന്മാരെ. അതുകൊണ്ട് ഇനി ഇതാണ് എന്ത് പറയുന്നത്, ആശയ അള്ളാഹ്ക്കൊരു ഉപദ്രവം വരുത്തുന്നില്ല വെച്ചാൽ അള്ളാഹിന്റെ ദീനിന് ഒരു ഉപദ്രവം വരുത്താൻ ഇവർക്ക് സാധ്യമല്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹിന്റെ ദീനിന് ഒരു ഉപദ്രവം വരുത്താൻ അവർക്ക് സാധ്യം. ഇനി രണ്ടാമത്തെ അള്ളാഹുവിന്റെ കരാറാണത് വസയുഹ്ബിതു അഅ്മാലുഹും. അള്ളാഹുവിന്റെ ഒരു കരാറ്, അള്ളാഹുവിന്റെ ഉറച്ച തീരുമാനമാണിത്. ഇവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നിഷ്ഫലമാക്കി കളയും. അല്ലേ? വലിയ വലിയ പർവ്വതങ്ങളെ പോലെ പൊങ്ങി നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ അള്ളാഹു നിഷ്ഫലമാക്കി. വലാ തഹ്സബന്നല്ലാഹു ഗാഫിലൻ അമ്മാ യഅ്മലു ളാലിമൂൻ. അക്രമികളായ ആളുകൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് അള്ളാഹു അശ്രദ്ധനാണെന്ന് ഒരിക്കലും നീ വിചാരിക്കണ്ട. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീൽ അബ്സാർ. കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ദിവസത്തിലേക്ക് അവർക്ക് ഇങ്ങനെ സമയം നീട്ടിക്കൊടുക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ അക്രമവും ഈ കുതന്ത്രവും ഈ സൂത്രവാക്യവും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പരിശ്രമം ഒക്കെ ചെയ്തിട്ടും ഈറ്റങ്ങനെ ജീവിക്കുന്നതാണല്ലോ, ഓലിങ്ങനെ ഉല്ലസിച്ചടക്കാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട, അതിൽ വെപ്രാളപ്പെടേണ്ടതില്ല. മറിച്ച് അള്ളതൊക്കെ കാണുന്നുണ്ട്. അള്ളവർക്ക് ഇങ്ങനെ സമയം നീട്ടിക്കൊടുക്കാണ്. ഒരു സമയത്ത് അവരെങ്ങോട്ട് പിടിക്കും അല്ലാഹു. ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ. അപ്പം എത്ര വലിയ സൂത്രവാക്യക്കാരുടെ സൂത്രവാക്യം ഉപയോഗിച്ചാലും കുതന്ത്രം ഉപയോഗിച്ചാലും ഇസ്ലാം ദീനിനെ തകർക്കാൻ സാധ്യമല്ല. അതാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുന്നതിന്റെ ആ വിപത്ത്, നഷ്ടം ഭവിക്കുന്നത് അവർക്ക് തന്നെയാണ്. അതാണ് വസയുഹ്ബിതു അഅ്മാലഹും ലൻ യദുറുല്ലാഹ ശൈഅ വസയുഹ്ബിതു അഅ്മാലഹും എന്ന് പറഞ്ഞതിലുള്ള ആശയം. സഹോദരന്മാരെ, തൽക്കാലം നമ്മൾ ക്ലാസ് നിർത്തുകയാണ്. ഈ കേട്ടതിൽ നിന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട എന്തെങ്കിലും ഒരു ആശയം നിങ്ങൾക്ക് തങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ നിങ്ങൾ പകർത്തണം. ആ വിശുദ്ധ ഖുർആൻ നിങ്ങൾ ഒരാഴ്ചയിൽ മാത്രം പഠിച്ചാൽ പോരാ, നിത്യവും. ഇത് കേവലം ഒരു ഗൈഡാണ്, ഇന്ന രൂപത്തിലാണ് പഠിക്കേണ്ടത് എന്നൊരു ഗൈഡ് മാത്രമാണ്. അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം. ഇത് എത്ര ആളുകൾക്കാണോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കണം അത്ര ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഒരു വലിയ നന്മയാണ്. നാളെ മരിച്ചു എന്നാൽ പരലോകത്ത് നമുക്കതിൻ്റെ ഫലം കാണാൻ പറ്റും. ദുനിയാവിൽ നമുക്ക് കൊണ്ടൊന്നും കിട്ടാനൊന്നുമില്ല. അപ്പം പരലോകത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ നന്മയായിരിക്കും ചിലപ്പോൾ അത് കിട്ടുന്ന ആൾക്ക് വലിയ ആഹ്ലാദമായിരിക്കും. ജീവിതത്തിൽ ഖുർആൻ ഒന്നും കേട്ടിട്ടില്ലാത്ത ആളുകൾ പോലും ഈ കാലഘട്ടത്തും ഉണ്ടാവുമല്ലോ, അല്ലേ?
അപ്പോൾ അത്തരം ആളുകൾക്ക് അത് ഉപകാരപ്പെടും. അത്തരം ആളുകൾക്ക് നിങ്ങൾക്കത് ഷെയർ ചെയ്തു കൊടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് ശ്രവിക്കുകയും അതേപോലെ തന്നെ ഇത് സശ്രദ്ധം ശ്രദ്ധിക്കുകയും ചെയ്ത ആളുകൾക്ക് വിശുദ്ധ ഖുർആനിന്റെ പഠനം ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവർക്ക് അനുകൂലമായി ആ വിശുദ്ധ ഖുർആൻ സാക്ഷി നിൽക്കുന്ന ആ മുത്തക്കികളുടെ കൂട്ടത്തിൽ, ആ സക്ഷരിതരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.